രാഹുൽ ഗാന്ധിക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി ബി.ജെ.പി. ഇന്ത്യ സഖ്യ റാലിയിലെ പ്രസംഗത്തിനെതിരെയാണ് പരാതി. തെരഞ്ഞെടുപ്പിൽ മോദി മാച്ച് ഫിക്സിംഗ് നടത്തുന്നു, തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ സർക്കാരിന് സ്വന്തക്കാരുണ്ട് എന്നീ പരാമർശങ്ങളിലാണ് ബി.ജെ.പി. പരാതി നൽകിയത്. ശക്തമായ നടപടി ആവശ്യപ്പെട്ടതായി ഹർദീപ് സിംഗ് പുരി പറഞ്ഞു. ശരത് കെ ശശി നൽകും വിവരങ്ങൾ ഡൽഹിയിൽ നിന്ന്. ശരത്ത്, ഈ രണ്ട് മുഖ്യമന്ത്രിമാർ ജയിലിലാണ്. ഒപ്പം പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടി ഉൾപ്പെടെ പ്രതിപക്ഷ പാർട്ടികളുടെ അക്കൗണ്ടുകളിൽ ആദായ നികുതി വകുപ്പ് സമാനതകളില്ലാത്ത, അതായത് മുൻപെങ്ങും കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള നടപടികളാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇന്നലത്തെ ഇന്ത്യ സഖ്യത്തിന്റെ മഹാറാലിക്ക് പ്രചോദനമായിരിക്കുന്നത്. മാത്രമല്ല, ഇതാണ് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടുകയും ചെയ്തിട്ടുള്ളത്. എന്തൊക്കെയാണ് ഈ ഹർദീപ് സിംഗ് പുരിയുടെ പരാതിയിൽ വിശദമായി പറയുന്നത്? ബിനിൽ, ഹർദീപ് സിംഗ് പുരി മാത്രമല്ല ബി.ജെ.പിയുടെ കേന്ദ്ര നേതാക്കളായ 4 പേരാണ് ഇത് സംബന്ധിച്ച് ഇപ്പോൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇന്ത്യ സഖ്യത്തിന്റെ ശക്തിപ്രകടനമായി മാറിയ ദില്ലി രാംലീല മൈതാനിയിലെ മഹാറാലിയിൽ രാഹുൽ ഗാന്ധി കേന്ദ്ര സർക്കാരിനെതിരെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയും അതിരൂക്ഷമായ ഭാഷയിലുള്ള വിമർശനമാണ് ഉന്നയിച്ചത്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടുന്ന വിമർശനം എന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ മോദി മാച്ച് ഫിക്സിംഗ് നടത്തുന്നു എന്ന വിമർശനമായിരുന്നു. അതുതന്നെയാണ് പരാതിക്ക് അടിസ്ഥാനമായ പ്രധാനപ്പെട്ട ഒരു പരാമർശം. കൂടാതെ കേന്ദ്ര സർക്കാരിന് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ സ്വന്തക്കാരുണ്ട് എന്നും രാഹുൽ ഗാന്ധിയുടെ കഴിഞ്ഞ ദിവസത്തെ പ്രസംഗത്തിൽ പറയുകയുണ്ടായി. ഇങ്ങനെയുള്ള ചില പരാമർശങ്ങളിൽ നടപടി ആവശ്യപ്പെട്ടുകൊണ്ടാണ് ബി.ജെ.പി. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനമാണ് രാഹുൽ ഗാന്ധി നടത്തിയിരിക്കുന്നത്. അതിൽ ശക്തമായ നടപടി ആവശ്യപ്പെടുകയാണ് ബി.ജെ.പി. ചെയ്യുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്ന ആ നടപടി അംഗീകരിക്കാനാകില്ലെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഗൗരവത്തിൽ തന്നെ ഈ വിഷയത്തിൽ ഇടപെടണമെന്നും പരാതിയിൽ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. വ്യക്തിഹത്യാപരമായ പരാമർശങ്ങൾ രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്നുമുണ്ടായി. രാഹുലിന്റെ നേരത്തെയുള്ള സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വ്യക്തിഹത്യ നടത്തുന്ന സാഹചര്യമുണ്ടായി. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെട്ടുകൊണ്ട് ഈ വിഷയത്തിൽ കേസെടുക്കാൻ, രാഹുൽ ഗാന്ധിക്കെതിരെ കേസെടുക്കാൻ നിർദ്ദേശിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. നേരത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏറ്റവും സമീപ ദിവസങ്ങളിൽ എടുത്ത ഏറ്റവും ശക്തമായ നടപടി എന്ന് പറയുന്നത് ബംഗാളിലെ ബി.ജെ.പി. നേതാവായ ദിലീപ് ഘോഷിനെതിരെയും കോൺഗ്രസിന്റെ ദേശീയ വക്താവായ സുപ്രിയ ശ്രീനേതിനുമെതിരായ നടപടിയായിരുന്നു. അവരെ രണ്ടുപേരെയും താക്കീത് ചെയ്തുകൊണ്ടുള്ള തീരുമാനം ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, ശരത് കെ ശശിയാണ് വിവരങ്ങൾ നൽകുന്നത്.